ചങ്ങായിമാരെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ വർഗീയ വിഷയങ്ങൾ ദിവസേന ഒഴുകി നടക്കുന്നു. എത്ര എണ്ണമാണ് എണ്ണിയാ തീരാത്തത്ര വർഗീയ വിഷയങ്ങളാണ് നമ്മളെ കേരളത്തിലോട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. കേരളം മലിനമാക്കാൻ വേണ്ടി സംഘികൾ വരെ വിവരം കെട്ടവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഉള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. ഉള്ളി സുരേന്ദ്രൻ പണ്ടേ വർഗീയ വിഷയമാണെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടാണ് വർഗീയത പറയാം. അതുകൊണ്ട് കുറച്ച് കോമഡി ആയിട്ട് നമുക്ക് തോന്നലുള്ളൂ. പക്ഷെ ഇന്നലെ വന്നിട്ട് ഒന്നാമത് സംഖ്യകൾ വില വെക്കുന്നേയില്ല. അപ്പം വർഗീയത കുറച്ച് കൂട്ടണല്ല. ഡോസ് കൂട്ടിക്കഴിഞ്ഞാലേ സംഖ്യകളൊക്കെ വിലയുണ്ടാവും. ചവിട്ടി പുറത്താക്കിയതല്ലേ. അതിനുവേണ്ടി കുറച്ച് ഡോസ് കൂടിയ വർഗീയത പറഞ്ഞ് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് CPM പോകുമെന്നുള്ളതാണ് എന്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ CPM പോകും. CPM ആയാലും കോൺഗ്രസ് ആയാലും ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാലും എന്താടോ തന്റെ പ്രശ്നം എന്താ? ഇവിടെ മുസ്ലിം ആകാൻ പാടില്ല, ക്രിസ്ത്യാനി ആകാൻ പാടില്ല, ഹിന്ദുവേ ആകാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഇല്ല ചാണക സംഖ്യ മാത്രമേ ഇവിടെ മുഖ്യമന്ത്രി ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാ? എന്ത് പൊട്ടത്തിന് എന്ത് വിഡിത്തരടോ പറഞ്ഞ്? മുസ്ലിങ്ങൾ തന്നെ കടിച്ചിട്ടുണ്ടാ? മുസ്ലിങ്ങൾ തന്നെ കടിച്ചിട്ടാ? ബീഫിന്റെ അകത്ത് ഉള്ളി മാത്രം മൂഞ്ചുന്ന നിനക്ക് എവിടെടോ ബുദ്ധിയുള്ളത്? എവിടെ നിനക്ക് ബുദ്ധിയുള്ളത്? പിന്നെ ഉള്ളി സുരേന്ദ്രൻ അറിയാത്ത ഒരു കേരളത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. കേരളത്തില് കുറച്ച് ദിവസങ്ങൾ മാത്രമാണെങ്കിലും ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ഉള്ളി സുരേന്ദ്ര ചരിത്രവും വിവരവും ബോധവും നിനക്കില്ലാത്തതുകൊണ്ട് നിനക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. കുറച്ച് ദിവസങ്ങളാണെങ്കിലും ആ ദിവസങ്ങളിലൊന്നും ഇവിടെ ഒരു വർഗീയ പ്രക്ഷോഭങ്ങളും വർഗീയതൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് കാരണം ഈ സംഘപരിവാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ ചുരുക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചാണകങ്ങള്. അപ്പൊ സന്തോഷത്തോടെ സുഖമായിട്ടാണ് അന്ന് ആര് ഭരിച്ചു കഴിഞ്ഞാലും, മുസ്ലിം ഭരിച്ചാലും ഹിന്ദു ഭരിച്ചാലും ക്രിസ്ത്യാനി ഭരിച്ചാലും കേരളം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം കേരളത്തിലെ സംഘികൾക്ക് ഭരണമില്ലെങ്കിലും ഇത്രമാത്രം വർഗീയത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ എണ്ണം ഇപ്പൊ ഉണ്ട്. പുറത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയന്റെ ഉള്ളിലുണ്ട് കുറെ എണ്ണം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് മുസ്ലിം ഉണ്ടായിട്ടുണ്ട് സുരേന്ദ്ര. ഉപരാഷ്ട്രപതിയായിട്ട് മുസ്ലിം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലും മന്ത്രിമാരുണ്ട്, ആഭ്യന്തര മന്ത്രിമാരുണ്ട്. ഇപ്പോഴൊന്നും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല സംഘി സുരേന്ദ്ര. പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് മുസ്ലിമിനെ? നിങ്ങൾ ഈ കേരളത്തിൽ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും വർഗീയത ചാലിക്കാതെ, എന്തിന്റെ മുകളിലായാലും വർഗീയത ചാലിക്കാതെ, ഒരു അപകടം ഉണ്ടായാലും അതിൽ ആരാണ്, മുസ്ലിമാണോ ഇപ്പുറത്ത് ഹിന്ദുവാണോ നോക്കിയിട്ട് മുസ്ലിമിനെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ദുരന്തം ഉണ്ടായാലും ആ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിമിനാണോ ഹിന്ദുവിനാണോ നോക്കിയിട്ടല്ലേ നിങ്ങൾ പ്രതികരിച്ചിട്ടുള്ളൂ? മീനിഞ്ഞാന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതക്ക് ചുവട് പിടിച്ച് ഇങ്ങനെ വരാൻ വേണ്ടി ഉളുപ്പുണ്ടോ സുരേന്ദ്ര? ഉളുപ്പ്. ഈ വെള്ളാപ്പള്ളിയുടെ മകൻ അറബ് രാജ്യത്ത് ജയിലിലായപ്പോൾ രക്ഷപ്പെടുത്താനുണ്ടായത് ഈ വെള്ളാപ്പള്ളി പറഞ്ഞില്ലേ പെറ്റുകൂട്ടുന്ന മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തിലെ യൂസഫ് അലി എന്ന് പറഞ്ഞൊരു മനുഷ്യത്വമുള്ള മനുഷ്യനാണെന്നുണ്ടായത്. ഒരു സംഘിയും ഒരു സംഘപരിവാറും അന്നാ വെള്ളാപ്പള്ളിയുടെ മകനെ രക്ഷിക്കാനുണ്ടായിട്ടില്ല. ആ ഉളുപ്പില്ലാത്ത വെള്ളാപ്പള്ളിയുടെ മകൻ ഈ മുസ്ലിമിനെ എതിർക്കുന്ന, മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്ന സംഘപരിവാറിന്റെ മടയിൽ പോയി തലവെച്ച് ഉളുപ്പില്ലാണ്ട് കിടക്കുകയാണ്. പിന്നെ വേറൊരുത്തനുണ്ട് പൂഞ്ഞാറിലെ PC ജോർജ്. അവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം വിജയിച്ച് എല്ലാ സ്ഥാനമാനങ്ങളും നേടിക്കഴിഞ്ഞപ്പോ ഒരു ഘട്ടമെത്തിയപ്പോ സീറ്റ് കിട്ടൂലെന്ന് തോന്നിയപ്പം അതേ മുസ്ലിം സമുദായത്തിനെ ചീത്ത വിളിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ ചാണക കുഴിയിൽ പോയി തലവെച്ച് കിടന്നിറങ്ങുന്ന വേറൊരു മഹാബോറൻ. ഇപ്പൊ ഈ അറുബോറൻ പൂഞ്ഞാലിലെ ജോറും വെള്ളാപ്പള്ളിയും രാവിലെ എഴുന്നേറ്റ് മുസ്ലിം വിരുദ്ധത പറയലാണ്. കാരണം കുഴിയിലേക്ക് കാല് നീട്ടി കിടക്കേന്ന്, ചാകാനായി കിടക്കുന്നു. എന്തെങ്കിലും ഇങ്ങനെ വർഗീയത പറഞ്ഞാൽ മാത്രമേ ഇവരെ വിശപ്പ് കെടൂ. അപ്പോഴേ എന്തെങ്കിലും മാധ്യമങ്ങൾ ഇവരെ മുന്നിൽ പോയി നിൽക്കൂ. എന്നാലേ മാധ്യമങ്ങളിൽ ഇവരെ വാർത്തകൾ വരൂ. നാറികള്. പിന്നെ ഈ പൂഞ്ഞാലിലെ ജോർജിന്റെ മകൻ ഷോൺ ജോർജ് സ്വന്തം ഭാര്യ, ഹിന്ദു മതപ്പെട്ട ഭാര്യന ക്രിസ്ത്യാനിയായിട്ട് മതം മാറ്റിയ നാറിയാണ്. എന്നിട്ട് അവന്റെ മക്കളെ വരെ ക്രിസ്ത്യാനിയാക്കിയിട്ട് മാറ്റി. അല്ലാണ്ട് മക്കള് വളർന്നു വന്നിട്ട് അവരെ ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കട്ടെ എന്നല്ല പറഞ്ഞിനി. അവർ ഇപ്പോഴേ ക്രിസ്ത്യാനിയാക്കി. എന്നിട്ടാണ് അവൻ മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തുന്ന പറയുന്നത്. ഉളുപ്പില്ല സംഘികളെ. അവനൊക്കെ സീറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഹിന്ദു പെണ്ണിനെ മതം മാറ്റം നടത്തിയാൽ മാത്രം കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ അവൻ അച്ഛനു വേണ്ടി സ്വന്തം സ്നേഹിച്ച പെണ്ണിനെ മതം മാറ്റം നടത്തി കല്യാണം കഴിച്ച് അതിലുണ്ടായ മക്കളെ വരെ ക്രിസ്ത്യാനിയാക്കിയ ഇവനെ കൂട്ടുപിടിച്ചിട്ട് മുസ്ലിങ്ങൾ മതം മാറ്റം നടത്തുന്നു, കല്യാണം കഴിഞ്ഞാൽ മതം മാറ്റം നടത്തുന്നു പറയാൻ വേണ്ടി ഉളുപ്പുണ്ടാ സംഘികളെ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഉളുപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂഞ്ഞാലിലെ ജോർജിനെയും അവന്റെ മകൻ ഷോൺ ജോർജിനെയും ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന ഹിന്ദു മത പെണ്ണിനെ മതം മാറ്റം നടത്തിയ ഇവരെ നിങ്ങൾ കൂട്ടുപിടിക്കില്ലായിരുന്നു. പിന്നെ ഇന്നലെ ഒരു പെണ്ണിനെ ഗൾഫിൽ നിന്ന് വരുമ്പോ കുറച്ച് മയക്കുമരുന്നുമായിട്ട് പിടിച്ച് അപ്പൊ സംഘികൾ വന്നിട്ട് പറയുന്നത് അത് മയക്കുമരുന്ന് ജിഹാദാണ്. ഉളുപ്പുണ്ട നാറികളെ. സ്വന്തം ജീവിതം
ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ഭർത്താവും ഉണ്ടായിക്കൊടുത്ത സൗകര്യങ്ങളൊന്നും പോരായിക വരുമ്പോ എനക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി എന്ത് പണിയെടുത്താലും ഒരു കുഴപ്പമില്ലാന്ന് ചിന്തിക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിലും എല്ലാത്തിലുണ്ട്. അവര് കാണിക്കുന്ന തന്തയില്ലായ്മക്ക് ഒരു മതത്തിനെ കുറിച്ച് പറയണ്ടാട്ടാ, ഇതിലെല്ലാ നാറികളുമുണ്ട്. എന്നിട്ട് ആ മയക്കുമരുന്ന് ജിഹാദ് നടത്തുന്നത് മുസ്ലിങ്ങളാന്ന് പറയാൻ വേണ്ടി കുറച്ചെങ്കിലല്ല ഉളുപ്പ് വേണ്ടത്. ഉളുപ്പില്ലായ്മയുടെ അങ്ങേയറ്റം വേണം സംഘികളെ. അതുകൊണ്ട് സുരേന്ദ്ര, ഒരു രാജ്യം ഭരിക്കേണ്ടത്, ഒരു സംസ്ഥാനം ഭരിക്കേണ്ടത് ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വിവരവും വിദ്യാഭ്യാസവും കുറച്ച് മനുഷ്യത്വം ഉള്ളവരാണ്. അത് നിങ്ങൾക്കറിയില്ല, കാരണം നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരില്ല. പക്ഷെ കേരളത്തിൽ വേണമെങ്കിൽ മുസ്ലിം മുഖ്യമന്ത്രിയാവും, ഹിന്ദു മുഖ്യമന്ത്രിയാവും, ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയാവും. അതിനു വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞത് സംഘപരിവാറിന് സംഘികൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, ഒരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകാത്ത കുറച്ച് സംഭവങ്ങളാണ്. അതിലൊന്ന് കുറച്ച് ബുദ്ധി, കുറച്ച് വിവരം, കുറെ മനുഷ്യത്വം. ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ നമ്മൾ സംഘികളെ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ഗുണങ്ങളൊക്കെയുള്ള ഒരു മലയാളി, അത് ഏത് മതക്കാരനായാലും, മലയാളികൾ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കും, വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയാക്കും. നിങ്ങളെങ്ങനെ സംഘികൾ വർഗീയത പറഞ്ഞ് ആ പുണ്ണിങ്ങനെ മാന്തി പഴുപ്പിച്ച് അത് മണപ്പിച്ച് ജീവിതകാലം മുഴുവൻ കേരളത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. ചാണക സുരേന്ദ്ര. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.